ഗൈസ് അങ്ങനെ നമ്മൾ ടയറുടെ പോകാണ്ട് നേരെ വീട്ടിലേക്ക് പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് കാർബറേറ്ററിൽ ഭയങ്കര മിസ്സിങ്. അതുകൊണ്ട് അതെന്താ നമുക്ക് നോക്കണം. ഈ പെട്രോൾ ഓണാക്കുന്ന ഇത് കണ്ടില്ലേ, ഇതിന്റെ അടി നമുക്കിനി അഴിച്ചു നോക്കാം. ഇതിന്റെ ഉള്ളിൽ എന്തോരം തുരുമ്പുണ്ടാന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഈ വണ്ടി കണ്ടില്ലേ, 2 ദിവസം മുന്നേ ടയർ മാറ്റിയതാ. അപ്പത്തേക്ക് അവൻ അതിന്റെ ഉള്ളിൽ ആണയും കെറ്റിക്കൊണ്ട് ചെയ്യും. എന്തൊരു കഷ്ടോ. അങ്ങനെ നമ്മളത് അഴിച്ചു നോക്കി. കാണാൻ നല്ല രസമുണ്ടല്ലേ, കഴിഞ്ഞ ഓർമ്മ. ഇത് കണ്ടില്ലേ, ഇത്രത്തോളം തുരുമ്പാണ് അതിന്റെ ഉള്ളിലുള്ളത്. ഈ ടാങ്ക് ഫുള്ള് തുരുമ്പാ. വണ്ടി ഒരു 5-6 മാസമായി ഓടിച്ചിട്ട്. അതുപോലെ പെട്രോളും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഉള്ളിലെ വാശറും മുട്ടിപ്പ്. ഇനി ഇതെവിടെ പോയി മേടിക്കുമോ എന്തോ. ഇതിലൊന്നുമല്ല കുഴപ്പം, ഈ വണ്ടിക്ക് വേറെ എവിടെയോ വലിയ പ്രശ്നമായി. ഇനി നമുക്ക് കാർബറേറ്റർ അഴിച്ചു നോക്കാം. കാർബറേറ്ററിന്റെ ഉള്ളില് എന്താണോ എന്തോ ദൈവത്തിനറിയാം. ഇതിന്റെ ഉള്ളു ഫുള്ള് തുരുമ്പായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ആ പെട്രോൾ ടാങ്കിയിൽ ഊറ്റിയ പെട്രോൾ ഞാൻ കാണിച്ചു തരാം. അതിന്റെ കളർ കൊണ്ട് ഞാൻ ബോധം തന്നെ പോയി. ഇത് പെട്രോളാണോ അതോ തുരുമ്പോളാണോ എന്തോ തുരുമ്പോളമൊക്കെ ഊറ്റിയെടുത്ത് കാർബറേറ്ററും ക്ലീൻ ആക്കി ഇട്ട് ഇനി ഞാനിത് കാണിച്ചു തരാം. ഇതാണ് തുരുമ്പോളം, ഇതാണ് പെട്രോള്. ഇതിന്റെ പണിയൊക്കെ തീർന്ന് സമാധാനത്തോടെ ഇരിക്കാന്ന് വെച്ചപ്പോഴത്തേ അടുത്ത പണിയും കൊണ്ട് കൂട്ടുകാരൻ വന്നു. അവന്റെ വണ്ടിയുടെ ഓയിൽ മാറ്റണം പോലും. മാറ്റിക്കളന്നേക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഓയിൽ മാറ്റാൻ നേരത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. എൻജിൻ ഫ്ലഷ്, ഓട്ടോയുടെ ഓയില്, ഓയിൽ ഫിൽറ്റർ, അതേപോലെ തന്നെ പാക്കിങ്, പിന്നെ അവന്റെ വണ്ടിക്ക് കീ സെറ്റിംഗ് കംപ്ലൈന്റ് അതും വാങ്ങിച്ചിട്ടുണ്ട്.